നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കണം, ഉയർന്ന നിലയിലെത്തണം എന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകില്ല. പക്ഷേ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാറുണ്ട്. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ നൽകുന്ന വലിയൊരു സഹായമാണ് NSP അഥവാ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ. 2026 ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ സ്കോളർഷിപ്പിന് എങ്ങനെ അപേക്ഷിക്കണം, ആർക്കൊക്കെ അർഹതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ NSP പോർട്ടൽ? ഇന്ത്യയിലെ വിവിധ മന്ത്രാലയങ്ങൾ നൽകുന്ന 100-ലധികം സ്കോളർഷിപ്പുകൾ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന സംവിധാനമാണിത്. 1-ാം ക്ലാസ് മുതൽ PhD വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിലൂടെ സഹായം ലഭിക്കും. ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, OBC, ഭിന്നശേഷിക്കാർ എന്നിങ്ങനെ എല്ലാവർക്കും ഇതിൽ പ്രത്യേകം പദ്ധതികളുണ്ട്. ആദ്യം തന്നെ യോഗ്യതകളെ കുറിച്ച് പറയാം. പ്രധാനമായും 2 തരം സ്കോളർഷിപ്പുകളാണ് ഉള്ളത്. പ്രീ മെട്രിക്, അതായത് 1 മുതൽ 10-ാം ക്ലാസ് വരെ. രണ്ടാമത്തത് പോസ്റ്റ് മെട്രിക്, 10-ന് മുകളിലോട്ടാണ് ഇത്. 2026 കണക്കനുസരിച്ച് കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ചില സ്കീമുകൾ ഇത് 4.5 ലക്ഷം വരെയാകാം. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ കുറഞ്ഞത് 50% മാർക്കെങ്കിലും കുട്ടി വാങ്ങിയിരിക്കണം. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് സ്വന്തമായി മൊബൈലോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ scholarship.government.in എന്ന വെബ്സൈറ്റ് വഴി ഇത് ചെയ്യാം. 2026 മുതൽ 1 ടൈം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതായത് ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ പഠനം കഴിയുന്നതുവരെ ആ ID ഉപയോഗിക്കാം. ആദ്യം വെബ്സൈറ്റിൽ പോയി ന്യൂ രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആധാർ കാർഡിലെ പേരും വിവരങ്ങളും കൃത്യമായി നൽകുക. അപേക്ഷിക്കുമ്പോൾ മൊബൈൽ നമ്പർ കയ്യിൽ കരുതണം, കാരണം OTP വരുന്നത് ഈ നമ്പറിലേക്കാണ്. അപേക്ഷിക്കാൻ എന്തൊക്കെ രേഖകൾ വേണം എന്നിനി പറയാം. കുട്ടിയുടെ ഫോട്ടോ, ആധാർ കാർഡ്, കഴിഞ്ഞ വർഷത്തെ മാർക്ക് ലിസ്റ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്ന രേഖ, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, പിന്നെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ലഭിക്കുന്ന ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ പണം അക്കൗണ്ടിലേക്ക് വരില്ല. പലരും വരുത്തുന്ന ചില തെറ്റുകൾ കൂടി പറയാം. വരുമാന സർട്ടിഫിക്കറ്റിന്റെ തീയതി കഴിഞ്ഞതാണെങ്കിൽ അപേക്ഷ തള്ളും. അതുകൊണ്ട് 2025-26 സാമ്പത്തിക വർഷത്തെ പുതിയ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ സ്കോളർഷിപ്പ് ലഭിക്കാൻ ഒരേ സമയം 2 സ്ഥലത്ത് അപേക്ഷിക്കരുത്. ഉദാഹരണത്തിന്, നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഗ്രാന്റ്സും കേന്ദ്ര സർക്കാരിന്റെ NSPയും ഒരേപോലെ അപേക്ഷിച്ചാൽ 2 സ്കോളർഷിപ്പും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപേക്ഷ നൽകിയാൽ മാത്രം പോരാ, അത് സ്കൂളുകളിലോ കോളേജുകളിലോ വെരിഫിക്കേഷനായി നൽകണം. അവിടെയുള്ള നോഡൽ ഓഫീസർ ഇത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ജില്ലാ തലത്തിലേക്കും പിന്നീട് സംസ്ഥാന തലത്തിലേക്കും അപേക്ഷ പോകൂ. ഇടയ്ക്കിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും തിരുത്തലുകൾ വന്നാൽ അത് ഉടനെ തന്നെ ശരിയാക്കണം. നിങ്ങൾ ഈ വർഷം 12-ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ സെൻട്രൽ സെക്ടർ സ്കീം വഴി 12,000 രൂപ മുതൽ 20,000 രൂപ വരെ വർഷം തോറും ലഭിക്കാൻ സാധ്യതയുണ്ട്. 8-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് NMMS പരീക്ഷ വഴി സ്കോളർഷിപ്പ് നേടാം. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും സഹായങ്ങൾ നിങ്ങളെ തേടിയെത്തും. അവസാന തീയതികൾ എപ്പോഴും ശ്രദ്ധിക്കണം. സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിൽ അപേക്ഷ തുടങ്ങാറുണ്ട്. അവസാന തീയതി ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ വരെ നീളാം. എങ്കിലും അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. സൈറ്റ് ഹാങ് ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് നേരത്തെ തന്നെ അപേക്ഷ നൽകുക. നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് ഈ സ്കോളർഷിപ്പുകൾ വലിയൊരു താങ്ങായിരിക്കും. ആരും ഇത് അറിയാതെ പോകരുത്. ഈ വിവരം നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. അർഹതപ്പെട്ട ഒരു കുട്ടിക്കും ഈ അവസരം നഷ്ടമാകരുത്.